നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റാണ് ആയുരാരോഗ്യ സൗഖ്യം. പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം സാഹിത്യകാരനാണ്, കർമ്മം കൊണ്ട് ഒരു ഡോക്ടർ കൂടിയാണ്. വളരെ സരസവും ലളിതവുമായ ഭാഷയിൽ ഈ പാഠഭാഗത്തെ നമുക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ശരീര ആരോഗ്യത്തിന് നമുക്ക് എന്താവശ്യമാണ്? ഭക്ഷണം ആവശ്യമാണ്, ഇല്ലേ? പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ആരെയാണ് സമീപിക്കുന്നത്? ഡോക്ടറെ അടുത്ത് പോകും, ഇല്ലേ? നമ്മുടെ അസുഖം ഭേദമാക്കുന്ന ആ ഡോക്ടർ ആർക്ക് തുല്യനാണ്? ഈശ്വര തുല്യനാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്താണ് ഒരു പ്രത്യേകത? എല്ലാവരും രോഗികളാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. മാറുന്ന ഭക്ഷണശീലങ്ങൾ എല്ലാവരെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗികളാക്കി മാറ്റിയിരിക്കുന്നു. 2 വ്യത്യസ്ത തലങ്ങളെയാണ് ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി വന്നിരിക്കുന്നു. എന്താണ് രോഗിക്ക് അസുഖം? എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റവാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു. എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിന്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, പുല്ല് തിന്നാറുണ്ടോ? ചോദിക്കാൻ എന്താണ് കാരണം? ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒന്നും ഇയാൾ കഴിക്കുന്നില്ല. എന്നാൽ പിന്നെ പുല്ല് നിസ്സാര വസ്തുവാണ്, സുലഭമാണ്, അതെങ്കിലും നിങ്ങൾ കഴിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു, സർ, ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. അയാളുടെ മറുപടി എന്താണ്? ദാരിദ്ര്യം എത്രത്തോളം അയാൾക്ക് രൂക്ഷമായ ദാരിദ്ര്യം അയാൾ അനുഭവിക്കുന്നു എന്ന് ഡോക്ടർ മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിലാണ് ഈ വരി. ഞാൻ പുല്ല് തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപായിയാണ് ഞാൻ. സർ, അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയില്ല. കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യ, മക്കൾ, ഇവരെ ഒന്നും അവർക്ക് അവരുടെ ചെലവിന് കൊടുക്കാനുള്ള വക പോലും തനിക്ക് തികയുന്നില്ല. കൈക്കൂലി വാങ്ങുന്നില്ല. ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ഒരു കുടുംബത്തെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിവിശേഷം. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി. സ്നേഹത്തോടും ദയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു. കാരണം എന്താണ്? രോഗവും വിശപ്പും ആണ്, അതിനുള്ള മരുന്ന് ഭക്ഷണവുമാണെന്ന് ഡോക്ടർ തിരിച്ചറിയാണ്. ഇവിടെ അയാളുടെ രോഗം വിശപ്പാണ്, അതിനുള്ള മരുന്ന് എന്താണ്? ഭക്ഷണമാണ്. ഇയാൾക്കിത് ഇല്ല. അയാൾക്ക് ക്ഷീണത്തിന് കാരണം എന്താണ്? ശരിയായ ഭക്ഷണം ചെല്ലുന്നില്ല, അതിനുള്ള മരുന്ന് ഭക്ഷണമാണ്. പക്ഷേ അയാളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അയാൾക്ക് ആവശ്യമായ വൈറ്റമിൻസ് എല്ലാം കിട്ടുന്നതിന്, അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വില കൂടിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു. ചങ്ങാതി, തനിക്ക് ഒരു രോഗവുമില്ല, ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇവിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. അത്രയും നേരം അവശനായിരുന്ന അയാൾക്ക് ആ ഡോക്ടർ നൽകിയ സമാശ്വാസം എന്താണ്? ശരിയായ രീതിയിൽ കൊടുക്കുന്ന ആ ഉപദേശം അയാൾക്ക് സഹായകമായി. ഇടയ്ക്ക് വന്നോളൂ, ശരീരത്തിന് ആവശ്യമായ ആരോഗ്യം നിലനിർത്താൻ പതിവായിട്ട് കടലയും പയറൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇനി ഇടയ്ക്കിടെ ഇവിടെ വന്നാൽ ഇതുപോലുള്ള ടോണിക്കുകളും ബിസ്ക്കറ്റുകളൊക്കെ തരാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാ രോഗിയിൽ ആ ശിപായി അയാൾക്ക് വളരെയധികം ഒരു പ്രതീക്ഷ നൽകി.
തനിക്ക് ഒരു ആശ്വാസത്തിനുള്ള വകയായി എന്നുള്ളത് ആ കണ്ണുകളിൽ നിഴലിക്കുന്ന ഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശരി, പോയിക്കൊള്ളൂ, സന്തുകുമാർ പറഞ്ഞു. സന്തുകുമാർ ആരാണ്? ഡോക്ടറുടെ പേരാണ് സന്തുകുമാർ. പുല്ല് മാത്രം തിന്നു നടന്ന ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. അയാളോട് വളരെ അനുകമ്പാപൂർവമാണ്, സ്നേഹത്തോടെയാണ് ഡോക്ടർ സന്തുകുമാർ പെരുമാറുന്നത്. ഈ സമയത്താണ് അടുത്തൊരാൾ ഡോക്ടറെ കാണാൻ വരുന്നത്. ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കൊഴുത്തൊരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണമോതിരങ്ങൾ, വിലപിടിച്ച സെന്റിന്റെ പരിമളം, ചന്ദന തൈലത്തിന്റെ സുഗന്ധം. വന്നിരിക്കുന്ന ആളെങ്ങനെയാണ്? ഒരു സമ്പന്നനാണ്. അമിതമായ ഭക്ഷണം കഴിച്ച് തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യനെയാണ്. നിറയെ സ്വർണ്ണാഭരണങ്ങളും പെർഫ്യൂമൊക്കെ സെന്റൊക്കെ അടിച്ച് ചന്ദന തൈലത്തിന്റെ സുഗന്ധവുമായിട്ട് അയാൾ കയറി വന്നിരിക്കുകയാണ്. അല്ല, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? ഡോക്ടർ ചോദിക്കുകയാണ്. ആരോട്? ഈ ധനികനായിട്ടുള്ള ഡോക്ടറെ കാണാൻ വന്നിട്ടുള്ള രോഗിയായിട്ടുള്ള ആള്. ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സന്തുകുമാറിന്റെ OPയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. അയാൾക്ക് രോഗങ്ങളില്ല. എന്ത്, നിങ്ങളിതുവരെ മരിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം. അയാൾ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. ധനികൻ പൊട്ടിച്ചിരിച്ചു. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു, പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്ക് എന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാവുക? ധനികന്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. ഇത്തരം ഒരു മനുഷ്യൻ നമ്മളും കണ്ടിട്ടില്ല അല്ലേ? രോഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു ധനികൻ. തൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരം അസുഖങ്ങളുണ്ട്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. അപ്പോൾ അതില്ല, തനിക്ക് ആ അസുഖമില്ലാത്തതിലുള്ള ഒരു അപകർഷതാബോധം ഇയാളെ അലട്ടുന്നുണ്ട്. രോഗം ഒരു സ്റ്റാറ്റസ് ആണെന്നാണ് ഇയാൾ വിചാരിച്ചിട്ടുള്ളത്. സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പലായിട്ട് ധനികനാണെങ്കിൽ ഇത്തരം അസുഖങ്ങളൊക്കെ വേണം. സമൂഹത്തിലൊരു സ്റ്റാറ്റസ് വേണമെങ്കിൽ എന്ത് വേണം? ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താ? ഇയാൾ വളരെ ധനികനാണ്, ഉള്ളവനാണ്, എല്ലാം ഉണ്ട്. അവൻ്റെ വ്യാകുലതകളെയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ, ആരോഗ്യക്കുറവിൻ്റെ ഒക്കെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു പ്രതിരൂപമായിട്ട് മെല്ലിച്ചൊരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ തടിച്ചു കൊഴുത്തൊരു ധനികൻ. അയാൾക്ക് എല്ലാം ഉണ്ട്, എന്നിട്ടും അയാൾക്ക് അസുഖങ്ങളില്ല എന്നുള്ള ഒരു അപകർഷതാബോധം അയാളെ അലട്ടുന്നു. കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, തനിക്കില്ലാതെ പോയി. താൻ എല്ലാം കൊണ്ടും സമ്പന്നനാണ്, തനിക്കിനി ഈ അസുഖങ്ങളില്ല, ഇത്രയും ഷുഗറും പ്രഷറും ഒക്കെ നോക്കണം എന്ന് പറയുമ്പോൾ, ECG എടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? എത്രയും പെട്ടെന്ന് തനിക്ക് ഇതൊക്കെ ബാധിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം അല്ലേ? ധനികന്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. അദ്ദേഹത്തിന്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കും ഉണ്ട്. പലരും കാലയവനികയ്ക്കുള്ളിൽ മറിയുകയും ചെയ്തു. അപ്പോൾ പല സുഹൃത്തുക്കളും കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞു എന്ന് വെച്ചാൽ അവർ മരിച്ചുപോയി. എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്? സന്തുകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. മരിക്കുകയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കും ഇല്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി? അയാളുടെ സംസാരം നോക്കൂ. ഇങ്ങനെ ഒരു രോഗിയെ നമ്മൾ കണ്ടിട്ടില്ല. ധനികനായ ഒരു രോഗിയാവാൻ ആഗ്രഹിക്കുന്ന, വലിയ വലിയ അസുഖങ്ങളൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ പ്പെടുന്നത്. എനിക്ക് നല്ല നല്ല രോഗങ്ങളൊക്കെ വരണം, എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ പിന്നെ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കും ഇല്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി? എനിക്കും ഉണ്ട് ഒരു ഗുളിക കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാളെ നമുക്ക് മണ്ടനായിട്ടുള്ളൊരു ധനികനായിട്ട് കരുതണോ? എങ്ങനെയാണ് കരുതേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ധനികന്റെ കാതിലുള്ള വൈരക്കല്ല്, വജ്രക്കല്ല് വെച്ച കടുക്കൻ, പണ്ടുകാലത്ത് ആണുങ്ങളൊക്കെ ധരിച്ചിരുന്ന, കാതിലണിഞ്ഞിരുന്ന ആഭരണമാണ് കടുക്കൻ. കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു, ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്, അവർക്ക് നല്ല ചേർച്ചയായിരിക്കും. ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ. സന്തു, നിനക്കറിയാമോ അതൊക്കെ? സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണവർ. OPയിലെ ഒരുപടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി. അയാളുടെ സേവകരായിട്ട് കൂടെ വന്നിരിക്കുന്ന ആളുകളും
ഈ ഡോക്ടറുടെ സമയം അപഹരിച്ചുകൊണ്ട് ഒട്ടനേകം രോഗികളായിട്ടുള്ള ശരിയായ അസുഖം ബാധിച്ച ആളുകളൊക്കെ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. ആ സമയം അപഹരിച്ചുകൊണ്ടാണ്, അതും കൂടി കവർന്നെടുത്തുകൊണ്ടാണ് ഈ ധനികൻ ഇതുപോലെ തനിക്കൊരു അസുഖമില്ല, അതിൻ്റെ അസുഖമില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു നിവേദനം, തനിക്ക് ഇതെല്ലാം പരിശോധിക്കണം, തനിക്ക് ഒരു മരുന്ന് തരണം എന്നുള്ള ഒരു ചിന്തയുമായിട്ട് അല്ലെങ്കിൽ സംസാരവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളെയാണ് കണ്ടത്. ഡോക്ടറുടെ രണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ആ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെയും വളരെ തന്മയത്വത്തോടെ നേരിടുന്ന സന്തുകുമാറിനെയുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗം എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യൻ, സമ്പത്തില്ലാത്തൊരു മനുഷ്യൻ, അതേസമയം ധനികനായ ഒരു മനുഷ്യൻ, രണ്ടുപേരെയും ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അവരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, അവരോട് എങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതും, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പുനത്തിൽ കുഞ്ഞബ്ദുള്ള വളരെ ലളിതമായ കഥാഭാഷണത്തിലൂടെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള കഥാകൃത്ത് വളരെ ലളിതമായ ഭാഷയിലൂടെ അതേസമയം സംഭാഷണാത്മകമായ ഒരു ഭാഷയിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണമായത്. ഏതാനും പഴഞ്ചൊല്ലുകൾ ഇങ്ങനെയാണ്: എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, അരവയറുണ്ടാൽ ആരോഗ്യം, ആധി കൂടിയാൽ വ്യാധി, പയ്യെ തിന്നാൽ പനയും തിന്നാം, നടന്നു കൊയ്താൽ ഇരുന്നുണ്ടാം. എന്താണ് ഈ പഴഞ്ചൊല്ലുകളുടെ അർത്ഥം? എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. അധ്വാനത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണിത്. കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും. അതായത് ജോലി, വ്യായാമം ഇതൊക്കെ ചെയ്യാതിരുന്നാൽ ശരീരത്തിൽ പലതരം രോഗങ്ങൾ പിടിപെടും. അലസരായി ഇരിക്കാതെ നന്നായി അധ്വാനിച്ചാൽ ഏതൊരുവനും ജീവിതത്തിൽ സുഖം സമൃദ്ധി ഉണ്ടാകും എന്നാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം. അരവയറുണ്ടാൽ ആരോഗ്യം. എന്താണ് ഇതിനർത്ഥം? ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചാൽ മതി. ആരോഗ്യകരമായ ജീവിതത്തിന് മിതമായ ആഹാര രീതിയാണ് നല്ലത് എന്നാണ് ഈ ചൊല്ലിനർത്ഥം. വിശപ്പ് മാറാനുള്ളത് മാത്രം കഴിക്കുക. രുചിയുണ്ടെന്ന് കരുതി അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എന്തുണ്ടാക്കും? പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മിതമായ ഭക്ഷണക്രമം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ആധി കൂടിയാൽ വ്യാധി. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന ചൊല്ലാണിത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? പല കാര്യങ്ങളെ ചൊല്ലിയുള്ള വേവലാതി, ടെൻഷൻ നമ്മൾ പറയില്ലേ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഇല്ലാതാക്കും, പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മുടെ ഈ ടെൻഷൻ കാരണമാകും. അതിനാൽ ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യം പ്രധാനമാണെന്ന് ഈ ചൊല്ല് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അടുത്ത ചൊല്ലിതാണ്: പയ്യെ തിന്നാൽ പനയും തിന്നാം. ഏതൊരു വലിയ കാര്യവും സാവകാശം ആലോചിച്ച് ചെയ്താൽ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നർത്ഥം. അസാധ്യമായ കാര്യത്തെയും വരുതിയിലാക്കാൻ സാധിക്കും, ഇല്ലേ? പന പോലെ വലിയൊരു വൃക്ഷത്തെ പോലെ അല്പാൽപമായും ആണെങ്കിൽ തിന്നു തീർക്കാൻ സാധിക്കും എന്ന് അതിശോക്തിപരമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന ചൊല്ലിലൂടെ ഇതാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് ഇതാണ്: നടന്നു കൊയ്താൽ ഇരുന്നുണ്ടാം. കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ചൊല്ല് തന്നെയാണിത്. ആരോഗ്യമുള്ളപ്പോൾ കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ഫലം എന്താണ്? ഭാവിയിൽ ആസ്വദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എരന്നുണ്ണേണ്ടി വരും.